ഇന്ന് ഒരു വലിയ സംഭവം നടന്നു. അതിന് പിന്നിലെ കാരണം ഇസ്രായേലാണ്. ഈ ഒരു സംഭവം ലോകത്ത് മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുമെന്ന് പലരും പറയുന്നു. ഇസ്രായേൽ ചെയ്ത ആ ഒരു കാര്യം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. അത് എങ്ങനെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിടുന്നത്, അതിലുപരി ഈ നടന്ന കാര്യം മൂന്നാം ലോക മഹായുദ്ധത്തെ കൊണ്ടുവരാതെ ഇസ്രായേൽ എങ്ങനെ മറയ്ക്കാൻ പോകുന്നു എന്നുള്ളതും കാണാം. ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രിക്കും എതിരായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് നൽകാൻ ശ്രമിക്കുന്നു. ഇത് പ്രാരംഭഘട്ടത്തിലാണ്. ഇതുവരെയും ICC നിന്നും അറസ്റ്റ് വാറന്റ് വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ICC ചെയ്ത ഈ ഒരു കാര്യം അംഗീകരിക്കാനാകില്ല എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നു. ഇത് ഒരു സാധാരണ കാര്യമാണ്. അവർ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായും അവരത് എതിർക്കും. മുൻപ് പുട്ടീന് ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ടായപ്പോഴും പല രാജ്യങ്ങൾ അത് എതിർത്തു. എന്നാൽ ഇപ്പോൾ നടന്ന കാര്യത്തിനും അതിനും ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇവരുടെ എതിർപ്പ് സംസാരത്തിൽ മാത്രമല്ലാതെ ചില ആക്ഷൻസ് എടുക്കാൻ പോകുന്നുവെന്നും പറയുന്നു. ഉദാഹരണത്തിന് അമേരിക്ക പറയുന്നത്, നിങ്ങൾ ഇത് കൊണ്ടുവന്നാൽ നിങ്ങൾക്കെതിരെ സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തുമെന്ന്, ICCക്ക് എതിരെ സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തുമെന്ന്. ആലോചിച്ച് നോക്കുക, ഇസ്രായേലിനെ അമേരിക്ക അത്രത്തോളം പിന്തുണയ്ക്കുമ്പോൾ ICC ഒക്കെ പിന്നെ എന്തിനാണ്? നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നല്ലേ അർത്ഥം? അതുമല്ലെങ്കിൽ നിങ്ങൾ തന്നെ കോടതി എന്ന് വേണമെങ്കിൽ പറയാം. പാശ്ചാത്യ നിയമവാഴ്ച, ജനാധിപത്യം, നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, സ്വേച്ഛാധിപത്യം, ഇങ്ങനെയൊക്കെ അഭിമാനത്തോടു കൂടിയൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതും സ്വേച്ഛാധിപത്യമല്ലേ? ശരി, ഇതൊരു ഭാഗത്ത് വെച്ചിട്ട് ICCയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ആ റിപ്പോർട്ടിലെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ നിലപാട് ഇസ്രായേലിന് എതിരാണ്, പാലസ്തീനെ പിന്തുണയ്ക്കുന്നുവെന്ന്. അതിനാൽ ഈ 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഇസ്രായേലിന് എതിരായും പാലസ്തീനോട് പക്ഷപാതപരവുമാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ, ടെറിട്ടറി ഓഫ് ഇസ്രായേൽ. സത്യത്തിൽ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ, സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്നാണ് പറയേണ്ടത്. എന്നാൽ ടെറിട്ടറി ഓഫ് ഇസ്രായേൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്രായേലിനെ ഒരു രാജ്യമായി കണക്കാക്കാതെ ഇസ്രായേൽ ടെറിട്ടറി എന്ന് പറയുന്നു. അതും ICCയിൽ നിന്നാണ് ഈ ഒരു പ്രസ്താവന നൽകിയത്. ഇതാണ് ആശ്ചര്യമുണ്ടാക്കാൻ കാരണം. ഈ ഒരു പ്രസ്താവന ഇസ്രായേലിന് എതിരാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ മനസ്സിലാക്കാം, ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിക്കോ അറസ്റ്റ് വാറന്റ് കൊടുത്തത് കൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. പാലസ്തീൻ്റെ പ്രത്യേക ഭരണത്തോടുള്ള പക്ഷപാതമാണ് കാരണം. സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അവരെ ജയിലിൽ അടയ്ക്കുക എന്നൊക്കെ പറയും. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാക്കൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുകൂലിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ICC തന്നെ നിലനിൽക്കരുത് എന്ന് മുഴുവൻ ഇസ്രായേൽ പൊളിറ്റിക്സ്, രാഷ്ട്രീയം മുഴുവനും ഒന്നിച്ച് പറയാൻ തുടങ്ങി. പാശ്ചാത്യ രാജ്യങ്ങൾ ICC എതിർക്കുന്നു, ഇസ്രായേലും ICCക്ക് എതിരാണ്. ഇതുകൊണ്ടൊക്കെ ഇസ്രായേൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ ഇതുപോലൊരു സംഭവം അമേരിക്കയിൽ നടന്നു. അതെന്താണെന്ന് അറിയാം. സൈന്യത്തിലെ ഇസ്രായേലിൻ്റെ പ്രത്യേക ഒരു യൂണിറ്റ്, ഈ യൂണിറ്റ് മനുഷ്യരാശിക്ക് എതിരായിട്ടുള്ള കുറ്റങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അവരുടെ കുറ്റകൃത്യങ്ങളുടെ തെളിവുമുണ്ട്. അതിനാൽ ഈ പ്രത്യേക യൂണിറ്റിനെതിരെ അനുമതി നൽകണമെന്നുള്ള നിർദ്ദേശം അമേരിക്കയുടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബൈഡൻ ഭരണകൂടം ആ യൂണിറ്റിന് എതിരെയുള്ള ഉപരോധം നീക്കം ചെയ്യുന്നു. അതിനാൽ അവരുടെ സ്വന്തം നിയമനിർമ്മാതാക്കൾ തന്നെ പറയുന്നു ഇസ്രായേൽ യുദ്ധകുറ്റങ്ങൾ ചെയ്യുന്നു. അതായത് അവരുടെ ഒരു പ്രത്യേക യൂണിറ്റ് കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്, ആ യൂണിറ്റിന് എതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തുക എന്ന്. അത് സാധ്യമല്ല എന്ന് അമേരിക്കയുടെ പ്രസിഡന്റും പറയുന്നു. മാത്രമല്ല, ഈ യൂണിറ്റിന്റെ പ്രശ്നം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ യൂണിറ്റിന് ഉപരോധാനുമതി നൽകിയാൽ അത് ഇസ്രായേലിന്റെ മുഴുവൻ സേനയെയും ഉപരോധിച്ചതിന് തുല്യമാണെന്ന്. ഞങ്ങൾ ആ യൂണിറ്റിനെയും ഞങ്ങളുടെ യൂണിറ്റിനെയും വേറെ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിനാൽ ഇസ്രായേൽ ആ ഒരു രാജ്യത്തോട് എത്രത്തോളം ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാം. അതുകൂടാതെ അവർ ഏത് അതിർത്തി വരെയും പോകും. അതായത് അവർ അന്താരാഷ്ട്ര നിയമത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുകൂടിയും എത്ര പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്നുള്ളതും ഇവിടെ വളരെ വ്യക്തമായി കാണാം. പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അടുത്തത് ICCയിലേക്ക് വരാം. ഇപ്പോൾ അവരെടുത്ത ഈ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല, അടുത്ത ഘട്ടത്തിലേക്ക് പോകില്ല. അതിനു മുൻപ് പല നേതാക്കൾ ഇതിന് റദ്ദാകും. ഒരുപക്ഷെ ഇത് സംഭവിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിക്കുമെതിരായി അറസ്റ്റ് വാറന്റ് വന്നാൽ ഇത് യുണൈറ്റഡ് നേഷൻസിന് താഴെയുള്ള എല്ലാ ചില്ലകളെയും തകർക്കും. ICC ഔദ്യോഗികമായി ഒരു അറസ്റ്റ് വാറന്റ് നൽകിയാൽ അമേരിക്ക വെറുതെ ഇരിക്കില്ല. ICCയെ നശിപ്പിക്കാനുള്ള എല്ലാ കാര്യവും അവർ ചെയ്യും. ICC അങ്ങനെ ഇല്ലാതാകും. ICC ഇല്ലെങ്കിൽ ഒരു സംഘടനയെയും ആരും ബഹുമാനിക്കില്ല. ഉദാഹരണത്തിന് പുടിൻ ഒരു അറസ്റ്റ് വാറന്റ് കൊടുത്തു. എന്നാൽ പുടിൻ ആ സമയത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് പോയി. അദ്ദേഹത്തെ ഒന്നും തന്നെ ചെയ്യാൻ ICCക്കായില്ല. ICC ആർക്കെങ്കിലും എതിരായി അറസ്റ്റ് വാറന്റ് കൊടുക്കുകയാണെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കണം. പക്ഷേ പുടിനോട് അത് ചെയ്യാൻ സാധിച്ചില്ല. ICCക്ക് ആ സമയത്ത് അത് തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു.
ഇസ്രായേലിന് എതിരായി ഇപ്പോൾ ICCക്ക് പ്രമേയം പോലും പാസ്സാക്കാനായില്ല. അങ്ങനെ പാസ്സാക്കിയാൽ ICCക്കെതിരെ തന്നെ ഒരു സാമ്പത്തിക വിലക്കുണ്ടാക്കും. മറ്റൊരു പ്രധാന കാര്യം, അറസ്റ്റ് വാറന്റ് നൽകിയാൽ മാത്രമേ ICC തകരുകയുള്ളൂ. ഇനി ഈ ഒരു അറസ്റ്റ് വാറന്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ICC ആരും ബഹുമാനിക്കുകയുമില്ല. ICC പൊളിഞ്ഞാൽ എന്താ, UN രക്ഷാസമിതി, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഇവയൊക്കെ ഉണ്ടല്ലോ എന്ന് ഒരുപക്ഷെ ചിന്തിക്കാം. അവിടെയും ഒരു കുഴപ്പമുണ്ട്. UNSCയിലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ 4ാമത്തെ രാജ്യം പ്ലസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജനാധിപത്യം സ്ഥിരാംഗമല്ല. ഇത് തന്നെ UNSC എത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. മറ്റൊരു കാര്യം, ഒരു സംഘടന തകർന്നാൽ ആ സംഘടനയിലുള്ള വിശ്വാസം ലോകത്തിന് മുഴുവൻ നഷ്ടമാകും. ICCയിലെ മറ്റ് സംഘടനകൾക്കും ഇതേ അവസ്ഥയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഈ UN-ൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് പോകുന്നുവെന്ന് പല കൺട്രീസ് പറയാൻ തുടങ്ങും. ചൈന അതിനുവേണ്ടി പ്രേരിപ്പിക്കും. US-ഉമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈന, റഷ്യ അത്ര ദുർബലമല്ല. റഷ്യ സൈന്യത്തിലാണെങ്കിൽ ചൈന സമ്പദ് വ്യവസ്ഥയിൽ, അമേരിക്ക അവരുടെ ആഗോള സാമ്പത്തിക നിയന്ത്രണവും ഡോളറിന്റെ ആശ്രയത്വം കണക്കിലെടുത്ത് ഒരു സൂപ്പർ പവർ പോലെയാണ്. ഇത്തരം ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ചൈനയും റഷ്യയും ആ ഒരു UN വിടുകയാണെങ്കിൽ അവരുടെ കൂടെ തന്നെ ഒരു 10-20 രാജ്യം പുറത്തേക്ക് വരും. ഈ രാജ്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നാൽ പിന്നെ എന്തിനാണ് UN, എന്തിനാണ് UNSC? ഈ രണ്ട് ഭരിക്കുന്ന പാർട്ടികൾ ഇല്ലെങ്കിൽ 3ാം ലോക മഹായുദ്ധം എങ്ങനെ ആരംഭിക്കുമെന്നുള്ളതും ഇപ്പോൾ പറയാം. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാൻ ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യണം. പക്ഷെ നമ്മളത് ചെയ്യാൻ പോകുന്നില്ല. കാരണം പാകിസ്ഥാൻ UN ജനറൽ അസംബ്ലിയിലേക്ക് ചെല്ലും, UN സംഘടനയിലും പോകും. അവർ പറയും, പ്രകോപനമില്ലാതെ ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചു, നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടും. UN അംഗങ്ങളും ഇന്ത്യക്കെതിരെ നടപടിയെടുക്കാൻ തുടങ്ങും. പിന്നെ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ വരുന്നില്ല. നമ്മൾ എത്ര സൗഹൃദം കാണിച്ചാൽ കൂടിയും ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകാൻ പാടില്ല എന്നുള്ള സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തും. പല ഭീഷണികൾ വരും. ഇപ്പോൾ ഇന്ത്യ POK പിടിച്ചെടുക്കാൻ സൈനിക നടപടികളെല്ലാം വിട്ടിട്ട് മറ്റേതെങ്കിലും നടപടികൾ സ്വീകരിക്കും. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലൊരു ഉദാഹരണം ചൈനയ്ക്കും തായ്വാനും പറയാൻ സാധിക്കും. തായ്വാൻ ഒരു ദ്വീപാണ്. അവർ എന്തൊക്കെ തന്നെ ചെയ്താലും ചൈനയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ UNSCയുടെ പിന്തുണയോടുകൂടി മാത്രമേ അവർക്ക് ചൈനയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കൂ. ഇവ രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ചൈന തായ്വാനെ പിടിച്ചെടുക്കും, ഇന്ത്യ POK പിടിച്ചെടുക്കും, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും, റഷ്യ മറ്റ് യൂറോപ്യൻ നാടുകളെ ആക്രമിക്കും, അവർ സോവിയറ്റ് യൂണിയൻ റഷ്യ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും, UK അർജന്റീനയെ ആക്രമിക്കാൻ ശ്രമിക്കും, US മെക്സിക്കോയെ നശിപ്പിക്കാൻ ശ്രമിക്കും. ലോകമെമ്പാടും ഓരോ രാജ്യത്തിനും സ്വന്തം എതിരാളികളുണ്ട്. അങ്ങനെ യുദ്ധം നടക്കും, വേൾഡ് വാർ തുടങ്ങും. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ആരംഭിക്കാൻ നിരവധി സാഹചര്യങ്ങളുണ്ടായിരുന്നു. വിയറ്റ്നാം യുദ്ധം, ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ യുദ്ധം, ഗൾഫ് യുദ്ധം ഇവയെല്ലാം ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തിയെന്നുണ്ടെങ്കിലും പാശ്ചാത്യരുടെ പിന്തുണയ്ക്ക് നിരവധി സംഘടനകൾ ഉണ്ടായിരുന്നതിനാൽ ലോകമഹായുദ്ധം നടന്നില്ല. എന്നാൽ ഇത്തവണ ഇവർ കാരണം മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ തുടങ്ങിവെച്ച സുരക്ഷാ വലയം നശിപ്പിക്കപ്പെട്ടാൽ, അവരുടെ സ്വന്തം സ്വാർത്ഥത കാരണം ഇല്ലാതായാൽ അത് ലോകത്തിന് നല്ലതാകില്ല. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയോ എന്തെങ്കിലും നടപടിയെടുക്കാൻ ICCക്ക് കഴിയുമെങ്കിൽ അതെങ്ങനെ സംഭവിക്കും? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.